ഹലോ, എല്ലാവരും സുഖമായിരിക്കുന്നു വിശ്വസിക്കുന്നു. ഞാനിവിടെ സുഖമായിരിക്കുന്നു. എല്ലാവർക്കും എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നല്ല വിന്റർ ആട്ടോ, നല്ല തണുപ്പൊക്കെ ആയി. ഇത് കണ്ടില്ലേ, മരങ്ങളെല്ലാം പുറകിലെ ഇലകളെല്ലാം പോയി. ഞാൻ കഷ്ടപ്പെട്ട് വളർത്തിയ പൂക്കളുടെ ഇതുണ്ടാവും, പൂക്കൾ കുറച്ചും കൂടിയൊക്കെ ഉണ്ട്, ബാക്കിയെല്ലാം പോയി. അന്നേരം ഞാൻ ഇന്നൊരു ടോപ്പിക്കുമായിട്ട് വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ജർമ്മനിലെ വാക്സിനേഷനെ കുറിച്ചാണ്. അപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ചെറുപ്പത്തിൽ വാക്സിനേഷൻ ഒക്കെ ലഭിക്കും. പക്ഷെ പാരന്റ്സ് ഒന്നും നമ്മുടെ വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് എടുത്ത് അങ്ങനെ സൂക്ഷിച്ചു വെക്കാറില്ല. പക്ഷെ ജർമ്മനി വരുന്നവർ, ഇപ്പൊ എന്റെ മക്കളൊക്കെ ആണെങ്കിലും ശരിക്കും വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് ഭയങ്കരമായിട്ട് സൂക്ഷിച്ചു വെക്കണം. അതിവിടെ ഏതെങ്കിലും ജോലിക്ക് അപ്ലൈ ചെയ്യുമ്പോഴോ ഒക്കെ എപ്പോഴും അത് ആവശ്യമുള്ള ഒരു കാര്യമാണ്. അപ്പം ഇപ്പം മീൻസ് ക്രിപ്പേ അല്ലെങ്കിൽ കിൻഡർ ഗാർഡൻ അല്ലെ സ്കൂളിലൊക്കെ പോകുന്ന പിള്ളേരാണെങ്കിൽ ഇവർ ആദ്യം ചോദിക്കുന്നത് ഇന്ന് വാക്സിനേഷൻ ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ ചെയ്യണം എന്നൊക്കെയുള്ള രീതിയിലാണ് ഇവിടെ ഉള്ളത്. അപ്പം നാട്ടിൽ നിന്ന് നഴ്സിംഗ് ഹൗസ് ബിൽഡിങ്ങോ നഴ്സിംഗോ ഒക്കെ പഠിക്കാൻ വരുന്നവരാണെങ്കിൽ മസ്റ്റായിട്ടും ചെയ്യേണ്ട കാര്യമാണ് MMR വാക്സിൻ എന്നുള്ളത്. ഇപ്പം മമ്മീനെയും പപ്പനെയും ഞാൻ വിളിച്ചു ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു ചെറുപ്പത്തിലുള്ള എല്ലാ വാക്സിനും എനിക്ക് തന്നിട്ടുണ്ടെന്ന്. അവർ തന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കത് പ്രൂഫായിട്ട് വേണം എന്റെ ഹോസ്പിറ്റലിന്. അന്നേരം ഞാനിവിടെ ഹൗസ് ആർട്സിന്റെ അടുത്ത് ചെന്ന് അവർക്ക് ആന്റികോർപ്പർ എന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തെ ആ വാക്സിനേഷൻ ഉണ്ടോ എന്നോ ഇല്ലയോ അതിന്റെ സാന്നിധ്യം ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ടെസ്റ്റാണ്. അന്നേരം ഞാനിവിടെ 35 യൂറോ കൊടുത്തിട്ട് ആന്റികോർപ്പർ ടെസ്റ്റ് ചെയ്തു. പക്ഷെ ചെറുപ്പത്തിലെടുത്തല്ലേ, അന്നേരം എന്റെ ശരീരത്തിൽ അതിൻ്റെ ഉള്ള ഒരു ആന്റികോർപ്പർ ഒന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് എനിക്ക് 2 ഡോസും എടുക്കേണ്ടി വന്നു. അതുപോലെ തന്നെ നാട്ടിൽ നിന്ന് വരുന്നവരാണെങ്കിൽ മസ്റ്റായിട്ടും MMR വാക്സിനേഷൻ എടുക്കാതെ ഇങ്ങോട്ട് വരരുത്. ഇപ്പൊ എടുക്കാതെ വന്നവരാണെങ്കിൽ തന്നെ എനിക്ക് അറിയാവുന്നവരുണ്ട്, ഇവിടെ ബെറ്ററി പാർസ്റ്റ് മീൻസ് ഹോസ്പിറ്റലിലോ അല്ലെ കെയർ ഹോമിലോ ഒക്കെ ബെറ്ററി പാർസ്റ്റുകളുണ്ട്. അപ്പൊ അവരെന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ആ വാക്സിനേഷൻ ചെയ്യുന്നതോടെ വരെ നമുക്ക് ജോലി പ്രവേശിക്കാൻ സാധിക്കില്ല. അത് വൺസ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടാണ്, നമുക്ക് എടുത്തു കഴിഞ്ഞിട്ടാണ് നമുക്ക് ജോലി ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ അങ്ങനെയൊക്കെ വന്ന് പെട്ടവരുണ്ട്. മീൻസ് ഇവിടെ വന്നിട്ട് എടുത്താൽ നമുക്ക് അത്രയും സമയം പോകും, അതാണ് പ്രശ്നം. അതുപോലെ തന്നെയാണെങ്കിൽ മസ്റ്റായിട്ടും വേണ്ടതാണ് ഹെപ്പറ്റൈറ്റിസ് ബി വാക്സിനേഷൻ. ഇപ്പൊ നേഴ്സുമാരൊക്കെ ആണെങ്കിൽ നാട്ടിൽ നമ്മൾ നേഴ്സിംഗ് പഠിക്കുന്ന സമയത്ത് നമ്മുടെ ഹെപ്പറ്റൈറ്റിസ് ബിന്റെ വാക്സിനേഷൻ എടുത്തവരായിരിക്കും. അപ്പൊ മസ്റ്റായിട്ടും അതിന്റെ ആന്റികോർപ്പർ ടെസ്റ്റ് മീൻസ് ആന്റിബോഡി ടെസ്റ്റ് ചെയ്തിട്ട് വേണം വരാൻ വേണ്ടിയിട്ട്. അപ്പൊ MMRും അതുപോലെ ഇപ്പൊ നാട്ടിൽ നിന്ന് ചെറുപ്പത്തിൽ എടുത്തവരാണെങ്കിൽ അതിന്റെ 2nd ഡോസിന്റെ എടുത്തിട്ട് അതിന്റെ സർട്ടിഫിക്കറ്റും ആയിട്ട് വേണം വരാൻ വേണ്ടിയിട്ട്. പിന്നെ എന്താന്ന് വെച്ചാൽ ഹെപ്പറ്റൈറ്റിസ് ബി ഇവർക്ക് മാത്രമുള്ള പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടല്ല കേട്ടോ, നമുക്കും കൂടിയാണ്. കാരണം എന്താന്ന് വെച്ചാൽ ചിലപ്പോൾ ഹോസ്പിറ്റലൊക്കെ നമ്മൾ ജോലി ചെയ്യുമ്പം ഇങ്ങനെയുള്ള പേഷ്യൻസ് ആണെന്ന് അറിയത്തില്ലോ. അപ്പം വല്ല നീഡിൽ പ്രിക്കൊക്കെ വന്നു കഴിഞ്ഞാൽ ഹെപ്പറ്റൈറ്റിസ് ബി ഒക്കെ ഉള്ളവരാണെങ്കിൽ നമ്മൾ വാക്സിനേറ്റഡ് ആണെങ്കിൽ നമുക്കും കൂടി അത് ഉപകാരപ്രദമാണ്. അതുപോലെ വേറെ ഒരെണ്ണമാണ് ഹെപ്പറ്റൈറ്റിസ് എ വാക്സിനേഷൻ. അപ്പം അത് നമുക്ക് ബെറ്ററി പാർട്സ് ഇങ്ങനെ പറഞ്ഞൊക്കെ തരും ഏതൊക്കെ വാക്സിനേഷനാണ് മസ്റ്റ് എന്നൊക്കെ ഉള്ളത്. അങ്ങനെ ഞാൻ ഹെപ്പറ്റൈറ്റിസ് എ വാക്സിനേഷന് 2 ഡോസും എടുത്തു. അപ്പം ഈ നാട്ടിൽ നിന്ന് വരുന്നവര് MMRും അതുപോലെ തന്നെ ഹെപ്പറ്റൈറ്റിസ് ബി വാക്സിനേഷന്റെ ആന്റിബോഡിയും ചെക്ക് ചെയ്യാൻ വേണ്ടി മറക്കരുത്. ഇപ്പൊ നാട്ടിൽ നിന്ന് MMR ഒക്കെ ആണെങ്കിൽ 2nd ഡോസിന്റെയും കൂടി സർട്ടിഫിക്കറ്റ് കൊണ്ടുവരണം. അതുപോലെ ഇനിയുള്ള പാരന്റ്സ് ആണെങ്കിൽ ഈ വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് ഒക്കെ സൂക്ഷിച്ചു വെക്കാനും കൂടി ശ്രദ്ധിക്കുക. അപ്പം ഇനി അടുത്ത വീഡിയോ കാണുന്നതും വരെ ദിസ് ദൻ ബൈ ബൈ.